പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കണം. പെർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട 3 ട്രെയിനുകൾ കൂടി വഴിതിരിച്ചുവിട്ടു. പൂർണ്ണ, മംഗള, രാജധാനി എക്സ്പ്രസ്സുകളുടെ റൂട്ടിലാണ് മാറ്റം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ടു നിന്ന്. രാഹുൽ, ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ ട്രെയിനുകൾ യാത്ര വൈകുകയോ വഴി തിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കുമെന്നതിൽ എന്തെങ്കിലും വിശദീകരണം ദക്ഷിണ റെയിൽവേ നൽകുന്നുണ്ടോ? വിജയകുമാർ, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് റെയിൽവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കും പുലർച്ചെ 2 മണിക്കും 2 തവണയായിട്ടാണ് ഈ പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 12 മണിക്കൂർ പിന്നിടുകയാണ്. ശ്രമങ്ങൾ തുടരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഭാഗികമായെങ്കിലും യാത്ര പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ ഉള്ളത്. ഏറ്റവും ഒടുവിൽ 3 ട്രെയിനുകൾ കൂടിയാണ് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്നും ഇന്നലെ സർവീസ് ആരംഭിച്ച് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. അത് ട്രെയിൻ നമ്പർ 221-49 എറണാകുളത്ത് നിന്നും ഇന്നലെ പുറപ്പെട്ട എറണാകുളം പൂനെ പൂർണ്ണ വീക്ലി എക്സ്പ്രസ് ആണ് മഡ്ഗോൺ ലോണ്ട വഴി തിരിച്ചുവിട്ടുള്ളത്. അതോടൊപ്പം 126-17 എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസും മഡ്ഗോണിൽ നിന്നും ലോണ്ട വഴിയായിരിക്കും സർവീസ് നടത്തുക. അതോടൊപ്പം 124-31 തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് പോയ രാജധാനി എക്സ്പ്രസും മഡ്ഗോണിൽ നിന്നും ലോണ്ട വഴി സർവീസ് നടത്തുന്നു. അങ്ങനെ 10 ട്രെയിനുകളാണ് കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിച്ച ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ഇവയിൽ പലതും 10 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ വൈകി ഓടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കേരളത്തിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നും പുറപ്പെട്ട 6 ട്രെയിനുകളും ഇപ്പോൾ വൈകി ഓടുകയാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ വൈകി ഓടും അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുമെന്ന വിവരങ്ങൾ കൂടിയാണ് റെയിൽവേയുടെ പക്കൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. വിജയകുമാർ. പെർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയാണ്. ഏറ്റവും ഒടുവിൽ പൂർണ്ണ, മംഗള, രാജധാനി ഈ എക്സ്പ്രസ്സുകളുടെ റൂട്ടിലാണ് മാറ്റമുണ്ടായിരിക്കുന്നത്. ഈ വർഷകാലത്ത് കൊങ്കൺ റൂട്ടിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം സാധാരണ ഇത്തരം പ്രതിസന്ധികൾ നേരിടാറുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കുന്നു. പല ട്രെയിനുകളും 10-15 മണിക്കൂറൊക്കെ വൈകി ഓടുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്.